നിനക്കിനി രക്ഷയില്ല ശ്രീഭദ്രെ. അവന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. ജിത്ത്, എന്താ നിന്റെ പ്ലാൻ? ആരും ചോദിക്കവേ നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? കാണാൻ പോകുന്നത് പറഞ്ഞറിയിച്ചാൽ അതിന്റെ ത്രില്ലങ്ങ് പോകില്ലേ ആരു? തൽക്കാലം നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാവേ. ജിത്ത്, അവളുടെ കൂടെ ഉള്ളത് ആഞ്ജലയുടെ പെങ്ങളല്ലേ? അവളെ മാറ്റാതെ നിന്റെ പ്ലാൻ എങ്ങനെ നടത്തും? ആരുവിൽ സംശയം നിഴലിച്ചു. നീ അവളെ ഒന്ന് നോക്കിയ ആരു? ജയെ പോലെ തന്നെയല്ലേ അവളും? ശ്രീഭദ്രയുടേത് പോലെയുള്ള സൗന്ദര്യമുള്ളവർ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ബേബി ഡോൾ പോലെ ഒരു പെണ്ണ്, ആദ്യ റാം. ആരു, ഇപ്പൊ എന്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് നിനക്കറിയാമോ? ആ ഒരു സംശയത്തോടെ അവനെ നോക്കുന്നുണ്ട്. ശ്രീഭദ്ര എന്തായാലും ആഞ്ജനെ അറിഞ്ഞതല്ലേ, അവളെ സ്വന്തമാക്കിയതുമല്ലേ, അപ്പോൾ ഫ്രഷ് ഒന്നുമല്ലല്ലോ. അവൻ കഴിച്ചതിന്റെ ബാക്കി അത് നമുക്കെന്തിനാടാ? അവളെ നമുക്കെന്തിനാടാ? എന്തുകൊണ്ടും ഇവളല്ലേ നല്ലത്. നീ ഒന്ന് ആലോചിച്ച് നോക്കാരു. നീ അവളെ ഒന്ന് നോക്കിയേ. ഭദ്രയേക്കാൾ അഴകുള്ളവൾ. ബോസ് ചോദിച്ചത് ശ്രീഭദ്രയാണ്, അല്ലാതെ മറ്റവളെ അല്ലല്ലോ. രണ്ടിനെയും ഒരുമിച്ച് പൊക്കാം. എടാ, എന്നാൽ ശ്രീഭദ്ര അത് പണ്ട് മുതലുള്ള ആഗ്രഹമായിരുന്നു. ആരും മടിച്ചു പറയവേ ജിത്തിന്റെ ചുണ്ടിൽ പുച്ഛത്തോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിനക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്താടാ, നീ അത് സാധിച്ചോ? അവളും മോശമൊന്നും അല്ല, ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. ചുണ്ട് നനച്ച് ജിത്തു പറയവേ ആരുവിലും ആ പെണ്ണെന്ന ആഗ്രഹം നിറഞ്ഞു വന്നിരുന്നു. ആ നിമിഷം മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയ ജിത്തു ഒരു നിമിഷം നിന്നു. ഡാ, ഒരു കാര്യം, നീ പോയി ആ വണ്ടി എടുത്തോണ്ട് വാ. പറഞ്ഞുകൊണ്ട് ജിത്ത് അവൾ നിന്നിടത്തേക്ക് നടന്നിരുന്നു. ആരുമൽ കാറെടുക്കാനായി പോയിരുന്നു. ആ നിമിഷം അവർ ബൈക്കിലായിരുന്നു വന്നത്. ഡെവി ഇന്ന് വരാൻ താമസിക്കും എന്നവർ കരുതിയിരുന്നില്ല. ആരു അടുത്തായതിനാൽ തന്റെ വണ്ടി എടുക്കാനായി പോയതും ആ സമയം കൊണ്ട് ജിത്ത് അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. ആദ്യയോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഭദ്ര. ഭദ്രേട്ടത്തി, ഈ ചാച്ചൻ ഇത്രയും വൈകിയ സ്ഥിതിക്ക് നമുക്ക് ഓട്ടോ വല്ലതും നോക്കിയാലോ? ഇതിപ്പോ കുറെ നേരമായില്ലേ നമ്മളിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവരെ പോസ്റ്റാക്കി ഈ ചാച്ച പൊന്നുവിനെ കൊന്നോ എന്തോ, രണ്ടു കൂടി റൊമാൻസിക്കുമായിരിക്കും. ആദ്യം മുഖം ചൊളിച്ച് കൊച്ചുകുട്ടികൾ പോലെ പറയുന്നത് കേട്ട് ഭദ്രയ്ക്ക് ചിരി വന്നു പോയി. ഓഹോ, ഏട്ടത്തി ചിരിക്കുവാണോ? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? ഏട്ടൻ അറിഞ്ഞാൽ പറയേണ്ട കാര്യമുണ്ടോ? ഭദ്രയ്ക്കും അത് ശരിയാണെന്ന് തോന്നി. തന്റെ കണ്ണേട്ടൻ അറിഞ്ഞാൽ പ്രശ്നമാകും. അതിൽ അവൾക്ക് സംശയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആദ്യ കൂടുള്ളത് കൊണ്ടാകും ചാച്ച താമസിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അവളുടെ മനസ്സിൽ എന്തോ നടക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. ഉള്ളിൽ നിന്ന് ആരോ പറയും പോലെ, ശ്രീമോളെ. പിന്നിൽ നിന്ന് പരിചിതമായ ഒരു സ്വരം എന്തിനോ ഭദ്രയുടെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി. പേടിയോടെ തന്റെ താലിമാല കയ്യാൽ പൊതിഞ്ഞു പിടിച്ചു. കണ്ണുകൾ ഒന്ന് അടച്ച് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കണ്ണേട്ട. ഉള്ളിൽ അവന്റെ പേര് മന്ത്രിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ പതിയെ തുറന്നു. പിന്നിലേക്ക് നോക്കി. ജിത്തേട്ടൻ. അവളുടെ ശബ്ദത്തിൽ അവനോടുള്ള ഭയം നിറഞ്ഞു നിന്നിരുന്നു. ആ നിമിഷം മനസ്സ് മാസങ്ങൾക്ക് പിന്നിലേക്ക് പോയതും അവളൊന്ന് വിറച്ചുപോയി. ആദ്യമൊന്നും മനസ്സിലാകാതെ അവരിരുവരെ മാറി മാറി നോക്കുന്നുണ്ട്. ഭദ്രയുടെ കൈ ആദിൽ മുറുകി. ആദി നീ വാ, നമുക്ക് ഇവിടുന്ന് പോകാം. ഇനി ഇവിടെ നിന്നാൽ അത് ശരിയാകില്ല. വിറച്ച് ഭദ്ര പറയവേ ഒന്നും പറയാതെ അവളെ തന്നെ ഉറ്റുനോക്കിയിരുന്നു ആദ്യ. ജിത്തിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഭദ്രയുടെ നേരെ തിരിഞ്ഞു ആദ്യ. എന്താ ഏട്ടത്തി, എന്താ പ്രശ്നം? ഇയാൾ ആരാ? പേടിയാൽ ഭദ്രയുടെ ശരീരം വിറയ്ക്കുന്നത് ആദ്യ അറിഞ്ഞിരുന്നു. ഓരോ നിമിഷവും അവൾ തലതാഴ്ത്തി നിൽക്കുകയാണ്. ആരാടാ നീ? ഭദ്രയിൽ നിന്ന് മറുപടി ഇല്ലാതെ വന്നതും ജിത്തിന് നേരെ ശബ്ദമുയർത്തി ആദ്യ ചോദിക്കവേ. മോളെ, ഞാൻ ഇവളുടെ ഏട്ടനാ, എന്റെ അനിയത്തിക്കുട്ടിയവൾ. കണ്ണുകൾ ചെറുതായി കലങ്ങിയുള്ള അവന്റെ മറുപടി കേട്ടതും ഭദ്ര തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ആ നിമിഷം വർഷങ്ങൾക്ക് ശേഷം തന്റെ ജിത്തേട്ടൻ തന്നെ അംഗീകരിച്ച പോലെ ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവൾ അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. ഇല്ല, ആ കണ്ണുകളിൽ ഇന്ന് കാമമല്ല, മറിച്ച് വേദനയാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ എന്തിന്? ആദ്യം എന്നിട്ടും മനസ്സിലാകാതെ അവനെ നോക്കി. ഞാൻ എൻ്റെ മോളുടെ രണ്ടാമത്തെ ഏട്ടനാ ശ്രീജിത്ത്. എൻ്റെ അനിയത്തിയാണിവൾ. ഇവളെ കാണാനാണ് ഞാൻ വന്നത്. ജിത്ത് ഇല്ലാത്ത കണ്ണുനീർ വരുത്തി പറയവേ ഭദ്ര അവന്റെ മാറ്റത്തിൽ ഓരോ നിമിഷം തറഞ്ഞു നിന്നുപോയി. എന്നാൽ ആദ്യയുടെ വെള്ളാരം കണ്ണുകൾ ആ പേര് കേൾക്കെ ചുവന്ന് കലങ്ങിയിരുന്നു. തന്റെ ഏട്ടൻ പറഞ്ഞ ജിത്താണോ എന്ന സംശയത്താൽ അവൾ ഭദ്രയൊന്ന് നോക്കി. ഏട്ടത്തി, ഇത് ഏട്ടൻ പറഞ്ഞ? അത്രയും ചോദിച്ചുള്ളൂ ആദി. അവൾ അതേന്ന രീതിയിൽ തലയനക്കി. ആദ്യ ദേഷ്യത്തോടെ അവന് നേരെ നോട്ടമെറിഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിൽ തുരുത്തു പിടിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായി മാറിയിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ, അവൾ അഗ്നിയുടെ പെണ്ണാണ്. അവന്റെ ധൈര്യം അവൾ കാണിക്കാതിരിക്കുവോ?
നിനക്ക് എന്താടാ വേണ്ടത്? എന്തിനാടാ നീ വന്നത്? നിന്റെ ഈ കള്ളക്കണ്ണുനീർ കണ്ടാൽ ഏട്ടത്തി വീഴുമായിരിക്കും, പക്ഷെ ആദ്യം വീഴില്ല. നീ പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇതിന്റെ ചൂട് നീ അറിയും. തന്റെ കൈ ഉയർത്തിക്കൊണ്ട് ആദ്യം അത് പറയുമ്പോൾ, നിന്റെ കൈയുടേതല്ല ഇന്ന് ഞാൻ അറിയാൻ പോകുന്നത്, നിന്റെ ചൂടായിരിക്കും ബേബി ഗേൾ. മനസ്സിൽ അത്രയും പറഞ്ഞ് അവളെ കണ്ണു നിറച്ച് നോക്കി അവൻ. എന്നാൽ ഭദ്ര അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. ജിത്തേട്ടൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. കണ്ണിൽ കാമം മാത്രം നിറഞ്ഞു നിന്നത്. പക്ഷേ ഇന്ന് ആ കണ്ണുകളിൽ ഒരുതരം വേദന നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആ കണ്ണുനീര് സത്യമുണ്ടെന്ന് അവൾ ഒരു നിമിഷം കരുതിപ്പോയി. അതിൽ അവൾ തെറ്റുകാരിയല്ല. വീട്ടുകാരുടെ സ്നേഹം അറിയാത്ത പെണ്ണ് അങ്ങനെയല്ലേ ചിന്തിക്കൂ. ഇപ്പോഴാണ് അവൾ സ്നേഹം, പ്രണയ, സാഹോദര്യം എല്ലാം അറിയുന്നത് തന്നെ. എല്ലാം തന്നത് അവനാണ്, അവൻ മാത്രം. അവൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഭദ്രയും ഉണ്ടാകില്ലായിരുന്നു. തന്റെ കണ്ണേട്ടൻ തന്നോട് പോകാനാണ് പറഞ്ഞത്. നിങ്ങളോട് എന്റെ ഏട്ടത്തിക്ക് ഒന്നും പറയാനില്ല. ഏട്ടത്തി മുന്നിലുണ്ടായി പോയി. ഇല്ലെങ്കിൽ ആദ്യം ആരാണെന്ന് നീ ശരിക്കും പറഞ്ഞേനെ. നിന്റെ പ്രവൃത്തിയോർത്ത് നിന്നെ ഇല്ലാതാക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. നീ പോകാൻ നോക്ക്. പിന്നിലേക്ക് തെള്ളിക്കൊണ്ട് അവൾ പറയവേ, മോളെ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക് പ്ലീസ്. അവൻ അപേക്ഷ രൂപേണ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭദ്ര നിന്നുപോയി. ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട എന്നല്ലേ പറഞ്ഞേ? താൻ ഇനി പോയില്ലെങ്കിൽ ഞങ്ങൾ ആളെ കൂട്ടും, പറഞ്ഞേക്കാം. ആദ്യം വിട്ടുകൊടുക്കാതെ പറയവേ, ശ്രീ ഞാനൊന്ന് പറയട്ടെ മോളെ. നമ്മുടെ അച്ഛന് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. 2 ദിവസം മുന്നെയാണ് വീട്ടിലേക്ക് മാറ്റിയത് തന്നെ. നിന്നെ കാണണമെന്ന് ഒരേ വാശിയാണ്. അതാ ഏട്ടൻ കൂട്ടിക്കൊണ്ടു പോകാനായി വന്നത്. നീ ഒന്ന് മനസ്സിലാക്ക്. തെറ്റ് പറ്റിയിട്ടുണ്ട് അറിയാം. നിനക്ക് എന്നോടൊന്ന് ക്ഷമിച്ചുകൂടെ മോളെ? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛൻ പറഞ്ഞിട്ടാ വന്നത്. ഏട്ടൻ പറയുന്നത് മോളൊന്ന് വിശ്വസിക്ക്. അവളെ നോക്കി അത്രേ പറയവേ പകച്ചു നിന്നുപോയി ഭദ്ര. അവൾക്ക് ആ നിമിഷം വരെ ഒന്നും അറിയില്ലായിരുന്നു. ജയ് ഒന്നും പറഞ്ഞതുമില്ല. അവളുടെ മനസ്സിൽ എന്ത് പറയണമെന്നറിയാതെ ഒരു തരം വികാരം നിറഞ്ഞു നിന്നിരുന്നു. ഹരിയേട്ടനെ പോലെ അച്ഛനെ തന്നെ അംഗീകരിച്ചോ? അങ്ങനെയെങ്കിൽ ജിത്തട പറയുന്നത് സത്യമല്ലേ? അവൾ അവനെ ഉറ്റുനോക്കി. അതേ മോളെ, അച്ഛന് പെട്ടെന്ന് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. അറ്റാക്ക് രൂപേണ വന്നതാ. 3 ദിവസം ഐസിയുവിൽ ചിലവഴിച്ചു. വീട്ടിൽ വന്ന നാൾ മുതൽ നിന്നെ കാണണമെന്ന് ഒരേ വാശിയാണ് മോളെ. കൂട്ടിക്കൊണ്ടു പോകാനാണ് ഏട്ടൻ വന്നത്. നീ വരില്ലേ? ഇല്ല. ആദ്യം പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തിരുന്നു. നിങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ തുറന്നു പറഞ്ഞേനെ. അവൾ അവനെ നോക്കി പുച്ഛത്തോടെയാണ് പറഞ്ഞത്. അച്ഛന് വയ്യാതെ ഞാൻ കള്ളം പറയോ മോളെ? നീ ചിന്തിച്ചു നോക്ക്. എന്നെ വിശ്വാസമില്ലെങ്കിൽ ആഞ്ജന സാറിനെ വിളിച്ചു നോക്ക്. ഹോസ്പിറ്റലിൽ ചിലവഴിച്ചത് അദ്ദേഹമാണ്. ജിത്ത് കൂട്ടിച്ചേർത്തു. അത് ഭദ്രയിൽ പുതിയൊരു അറിവായിരുന്നു. ആദ്യം ഫോൺ എടുത്ത് ജയ്യെ വിളിച്ചു. ഓൺലൈനിൽ കൂടിയാണ് വിളിച്ചത്. അവൻ ഫോൺ എടുത്തില്ലെന്ന് കണ്ടതും ഹരിയെ വിളിച്ച് കാര്യം തിരക്കവേ അവൻ ആദ്യം മടിച്ചെങ്കിലും അന്ന് നടന്നത് അവളോട് പറഞ്ഞു. അടുത്തു നിന്ന ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തൊക്കെയായാലും തന്റെ അച്ഛനല്ലേ? അവളുടെ ഹൃദയം മന്ത്രിച്ചു. മറുത്തൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഒരു നിമിഷം ജിത്തിന്റെ വാക്കുകൾ അവൾ വിശ്വസിച്ചു പോയി. ആ നിമിഷം സംശയമായിരുന്നു. എങ്കിലും അവളുടെ ഏട്ടത്തെ ഒറ്റയ്ക്ക് വിടാൻ അവൾ തയ്യാറല്ലായിരുന്നു. എങ്കിൽ ഞാനും കൂടെ വരാം. ആദ്യം നിന്ന് ജിത്ത് പ്രതീക്ഷിച്ച മറുപടി ലഭിച്ചതും അവൻ മനസ്സിൽ ഗൂഢമായി ഒന്ന് ചിരിച്ചു. നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ വന്നേക്കാം. ഏട്ടത്തിയുടെ വീടറിയാലോ. ആദ്യം അവന്റെ കൂടെ പോകാൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറയവേ അവൻ വീണ്ടും കണ്ണു നിറച്ച് ഭദ്രയെ നോക്കി. ഇപ്പോഴും മോൾക്ക് എന്നെ വിശ്വാസമായില്ല അല്ലേ? ശരി, നിങ്ങളെന്നാ വന്നോളൂ. മുഖത്തില്ലാത്ത വിഷമം വരുത്തി അവൻ പറഞ്ഞു തിരിയവേ പെട്ടെന്നായിരുന്നു. ജിത്തേട്ട. അവളിൽ നിന്ന് പ്രതീക്ഷിച്ചതുപോലെ അവൻ പുച്ഛത്തോടൊന്ന് ചുണ്ടുകൊട്ടി. അവൻ അങ്ങനെ തന്നെ നിന്നു. ഞങ്ങൾ ഏട്ടന്റെ കൂടെ വരാം. ഭദ്രയുടെ മറുപടി എത്തിയിരുന്നു. ഏട്ടത്തി. ആദ്യ ശാസനയോട് വിളിച്ചു നോക്കി. നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാൻ മതി. ഇതെന്റെ ചേട്ടനാ, നീയും കണ്ടതല്ലേ? ഹരിയേട്ടനെ വിളിച്ച് ചോദിച്ചേ. കണ്ണേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഇല്ല. നിനക്കറിയാമോ ആദി, എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട്. സ്വന്തം കുടുംബത്തിന്റെ സ്നേഹം ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. എന്റെ അച്ഛനാണ് അവിടെ വയ്യാതെ കിടക്കുന്നേ. എനിക്ക് അദ്ദേഹത്തെ പോയി കാണാതിരിക്കാൻ കഴിയില്ല. ഞാൻ പോകുക. പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ആദ്യ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾക്ക് പിന്നാലെ നടന്നു. അപ്പോഴേക്കും ആരോമൽ വന്നിരുന്നു. അവർ കാറിലേക്ക് കയറിയതും കാർ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇതേ സമയം ഇച്ഛായ പെട്ടെന്ന് ഇത് എന്നാ പറ്റിയതാണെന്നാ എനിക്ക് അങ്ങോട്ട് മനസ്സിലാകാത്തത്. പൊന്നു സംശയത്തോടെ ചോദിക്കവേ ഡെവിയും അത് ശരിവെച്ചിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞ് നേരത്തെ തന്നെ ഇറങ്ങിയതായിരുന്നു ഡെവി. അരമണിക്കൂർ മുമ്പെങ്കിലും കോളേജിൽ എത്താറായിരുന്നു. പക്ഷെ വരുന്ന വഴി ഒരു വിജനമായ റോഡ് എത്തിയതും പെട്ടെന്ന് വണ്ടി നിന്നുപോയിരുന്നു.
അവിടെങ്ങും ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, പെട്ടെന്ന് വണ്ടി ശരിയാക്കാനായി അടുത്തെങ്ങും ഒരു വർക്ക്ഷോപ്പും ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി. ഞാനൊന്ന് നോക്കട്ടെ പൊന്നു, നീ ഇവിടെ ഇരിക്ക് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വണ്ടി പരിശോധിക്കാൻ തുടങ്ങി. ടയർ പഞ്ചറായി കിടക്കുന്നു. ആരോ മനഃപൂർവ്വം പണി കൊടുത്തത് പോലെയായിരുന്നു. റോഡിൽ ആണികൾ വിതറിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ. ഷിറ്റ്! ദേഷ്യത്തോടെ കാറിന്റെ അടുത്തേക്ക് നടന്നതും പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൻ്റെ ഉള്ളൊന്നാളി. ശ്രീകൊച്ചു മാധ്യമോളും നെഞ്ചിൽ കൈവച്ചു പോയി. ഇപ്പോൾ അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. കർത്താവേ, അവൻ വിളിച്ചുപോയി. എന്താ ഇച്ചായ? അവന്റെ നിൽപ്പ് കണ്ണാടിയിൽ കൂടെ കണ്ട പൊന്നു വണ്ടിയിൽ നിന്നിറങ്ങി അവന്റെ അടുത്തേക്ക് നടന്നു. പൊന്നു വിളിച്ചുകൊണ്ട് അവന്റെ മനസ്സിലുള്ള സംശയം അതുപോലെ പറഞ്ഞു. കേട്ടപ്പോൾ അവൾക്കും അത് തന്നെയാണ് സത്യമെന്ന് തോന്നി. ഇച്ചായ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചേട്ടനോട് ഇത് പറയാൻ പറ്റില്ല, അറിയാലോ കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ. പൊന്നു പേടിയോടെ അവനോട് പറയവേ അവനും അത് ശരിവെച്ചു. മാത്രമല്ല, ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ, ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തിലല്ലല്ലോ. പൊന്നുവിന്റെ കണ്ണുകൾ അപ്പോഴൊക്കെ നിറഞ്ഞിരുന്നു. ഇതിൽ ഇനി ഒരാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ, അവന് മാത്രം. പിന്നൊട്ടും സമയം കളയാതെ അവന്റെ നമ്പറിലേക്ക് ഡേവിഡ് കോൾ പോയിരുന്നു. അവൻ ആ നിമിഷം GJ കമ്പനിയുമായി ഒരു മീറ്റിംഗിലായിരുന്നു. പുതിയ വർക്കിന്റെ ഭാഗമായി വന്നതായിരുന്നു അവൻ. മീറ്റിംഗിലിടയിലാണ് അവനെ തേടി ഡേവിഡ് കോൾ എത്തുന്നത് തന്നെ. ആദ്യം അവൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. തുടർന്ന് തുടരെ ആ നമ്പറിൽ നിന്ന് കോൾ വന്നതും വെയിറ്റ് 1 സെക്കൻഡ് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് വന്നിരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്തതും ഡേവിഡിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളിൽ ഒരു നിമിഷം അവൻ നിശബ്ദനായി. കണ്ണുകൾ ചുവന്ന് കലങ്ങി. കാപ്പിക്കണ്ണിലെ ഞരമ്പുകൾ ചുവന്നു വന്നിരുന്നു. ആ നിമിഷം കൈ ഞരമ്പുകൾ ദേഷ്യത്താൽ ഉയർന്നിരുന്നു. തന്നെ ചെകുത്താനായി മാറിയിരുന്നു അവൻ ആ നിമിഷം. ഒന്നും പറയാതെ അവൻ ഫോൺ കട്ടാക്കി ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞിരുന്നു. ശ്രീജിത്ത്, ഇനി നമുക്ക് നേർക്ക് നേരെ തന്നെ കാണാം. നീ കൈവെക്കാൻ നോക്കുന്നത് എന്റെ പെണ്ണിന്റെ നേർക്കാണ്. അഗ്നി നിന്നെ വെറുതെ വിടില്ല. പിന്നെ ഒട്ടും താമസിക്കാതെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് അവൻ ഇറങ്ങിയിരുന്നു. മറ്റുദ്യോഗസ്ഥർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു പോയി. എന്നത്തെ പോലെ ബ്ലാക്ക് കളർ ഷർട്ടും ബ്യൂച്ച് കളർ പാന്റുമായിരുന്നു അവന്റെ വേഷം. അതും നല്ല ഫോർമൽ ലുക്കിൽ തന്നെയായിരുന്നു. ഒരു കോട്ടും ഉണ്ടായിരുന്നു. കാപ്പി കണ്ണുകളെ മറയ്ക്കുന്ന ബ്ലാക്ക് കളർ സ്പെക്സ്. കയ്യിൽ ഒരു ഇടിവള, മറു കയ്യിൽ സ്വർണത്തിന്റെ ചെയിനുമുണ്ട്. ഷർട്ടിന്റെ 2 ബട്ടൺ എന്നത്തെ പോലെ ഇളക്കിയിട്ടിട്ടുണ്ട്. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈഗിൾ ടാറ്റു. ഷോൾഡർ വരെയുള്ള സ്മൂത്തൻ ഹെയർ ഭംഗിയായി പകുതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. മുഖത്ത് ഗൗരവമായിരുന്നു. ആരും ഭയക്കുന്ന വന്യതയായിരുന്നു. തനി ചെകുത്താൻ. തന്റെ ചാവിയുമെടുത്ത് അവൻ വണ്ടിക്കരികിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആർക്കോ മെസ്സേജ് ഇടാനും അവൻ മറന്നില്ല. അവന്റെ കൈ ശക്തമായി സ്റ്റിയറിംഗിൽ മുറുകി. തന്റെ തറവാട്ടിലേക്കല്ല വണ്ടി പോകുന്നതെന്ന് മനസ്സിലായതും ഭദ്ര ഒന്ന് ഞെട്ടി. ജിത്തേട്ട, നമ്മൾ എവിടേക്കാ പോകുന്നേ? ഇത് തറവാട്ടിലേക്കുള്ള വഴിയല്ലല്ലോ. പരിഭ്രമത്തോട് അവൾ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നോക്കി ആദി. ചതി. എന്റെ അനിയത്തിക്കൊണ്ട് പേടിക്കാതെ, ഒന്നുമില്ലെങ്കിലും നിന്റെ ചേട്ടനല്ലേ ഞാൻ. തിരിഞ്ഞു നിന്ന് വല്ലാത്ത ഭാവത്തോടെ പറയുന്നവനെ ഞെട്ടലോടെ നോക്കി ഭദ്ര. ഡോ, വണ്ടി നിർത്തടോ. മുന്നിലുള്ള അപകടം അറിഞ്ഞെന്ന വണ്ണം ആദി വിളിച്ചു കൂവിയെങ്കിലും അടങ്ങു പെണ്ണെ, കുറെ നേരമായി നിന്റെ ഷോ കാണാൻ തുടങ്ങിയിട്ട്. മിണ്ടാതിരുന്നോ നീ? നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തന്നെ തീർത്തു തരുന്നുണ്ട്. മര്യാദയ്ക്ക് വണ്ടി നിർത്താനാണ് പറയുന്നത്. ആദ്യം പിന്നെ ശബ്ദം ഉയർത്തിയതും അവളുടെ മുഖത്തേക്ക് എന്തോ സ്പ്രേ അടിച്ചിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ ആ പേര് മാത്രം മന്ത്രിച്ചു. ദേവേട്ടൻ, ദേവേട്ടൻ വരും, നിന്നൊന്ന് വെറുതെ വിടില്ല. അപ്പോഴും പകപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു ഭദ്ര അവനെ. അവളുടെ ഒരു ദേവേട്ടൻ. ഇതുപോലെ ഒരുത്തി മാസങ്ങൾക്ക് മുമ്പേ എന്റെ മുമ്പിൽ കിടന്ന് ചെലച്ചതാ. അഗ്നിദേവ്, അവൻ വരുമെന്ന്, എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്ന്. എന്നിട്ട് ഞാൻ ഒരുത്തനെ കണ്ടില്ല. അവനിൽ പുച്ഛം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. ഇന്നെന്തായാലും ഇവിടെ ചാട്ടവങ്ങ് അവസാനിക്കും. ഞെട്ടൽ മാറി ഭയത്തോടെ നോക്കുകയായിരുന്നു ഭദ്ര. എന്താടി ചക്കരെ? ജിത്ത് പുച്ഛത്തോടെ അവളെ വിളിക്കവേ, ജിത്ത്, അവൾ ബഹളം വെക്കുന്നതിന് മുമ്പേ നീ അതടിച്ചോ? എന്തോ പറയാനായി വാ തുറക്കാൻ പോയ അവളുടെ മുഖത്തേക്ക് ആ സ്പ്രേ പതിഞ്ഞിരുന്നു. അവൾ മയക്കത്തിലേക്ക് പോയിരുന്നു ആ നിമിഷം. നീ എവിടെയാണ് പെണ്ണെ? അഗ്നിയുടെ ഹൃദയം വല്ലാതെ നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. അമിത വേഗം കാരണം അവന്റെ കയ്യിൽ നിന്ന് പല തവണ വണ്ടി തെന്നി മാറിയിരുന്നു. എങ്കിലും അത് കാര്യമാക്കാതെ അവന്റെ വണ്ടി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു.